അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ GSTയിലെ ഘടനാമാറ്റം വളരെ പ്രഖ്യാപനം വന്നത് വളരെ ആശ്വാസകരമാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. GST ഘടനാമാറ്റം പ്രഖ്യാപിച്ചതിൽ ആശ്വസിച്ച് മധ്യവർഗ വിഭാഗം. മിക്ക നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരും. വസ്ത്രങ്ങൾ, ഹെയർ ഓയിൽ, സിമന്റ്, മോട്ടോർ സൈക്കിൾ, കീടനാശിനി, വളം, നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ടെലിവിഷൻ തുടങ്ങിയവയുടെ വില കുറയും. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. ഈ ഉത്സവകാലത്ത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. ഈ നിത്യോപയോഗ സാധനങ്ങളിൽ ഏതൊക്കെ വസ്തുക്കൾക്കാണ് ഈ കുത്തനെയുള്ള വിലക്കുറവ് ബാധിക്കുക? ഗുഡ് മോർണിംഗ് ആര്യ. സാധാരണക്കാരൻ്റെ ദൈനംദിന ചെലവുകളിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന സുപ്രധാനമായ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം GST കൗൺസിൽ കൈക്കൊണ്ടത്. സെപ്റ്റംബർ 22 മുതലാണ് പുതിയ GST ഘടന നിലവിൽ വരിക. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് 5, 12, 18, 28 എന്നീ 4 നികുതി സ്ലാബുകളായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 22 മുതൽ 2 നികുതി സ്ലാബുകളാണ് ഉണ്ടാവുക. 5%, 18%. അതോടൊപ്പം തന്നെ 40% ഒരു സ്പെഷ്യൽ സ്ലാബും കഴിഞ്ഞ ദിവസം GST കൗൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സ്ലാബുകളിൽ വരുന്ന നിർണായകമായ മാറ്റം സാധാരണക്കാരൻ്റെ ടൂത്ത് പേസ്റ്റ് മുതൽ കാർ വരെയുള്ള ഉൽപ്പന്നങ്ങളിൽ അതിൻ്റെ വില കുറയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ 18% ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളുടെയും നികുതി ഘടന അത് 12%, 12% ഉണ്ടായിരുന്നത് 5%. മാത്രമല്ല പല സേവനങ്ങളുടെയും വസ്തുക്കളുടെയും നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതുകൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലേറ്റവും സുപ്രധാനം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെയും അതോടൊപ്പം തന്നെ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസിൻ്റെയും ഒക്കെ പ്രീമിയം കുറയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ 33 അവശ്യ സാധനങ്ങളുടെ വിലയും സെപ്റ്റംബർ 22 മുതൽ കുറയും. പ്രത്യേകിച്ച് US ഇത്തരത്തിൽ 50% നികുതി ഇന്ത്യക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ തീരുമാനം കൂടി വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഓഗസ്റ്റ് 15 തന്നെ പ്രധാനമന്ത്രി GST ഘടനയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം GST കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും നടന്നത്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഈ GST ഘടനാ മാറ്റത്തെ അനുകൂലിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഏറ്റവും പ്രധാനം 5% വരുന്നത് പ്രത്യേകിച്ച് ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ് അടക്കമുള്ളവയാണ്. അതായത് സാധാരണക്കാരൻ അവൻ്റെ നിത്യജീവിതത്തിൽ ദൈനംദിനം ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ വില വലിയ തോതിൽ കുറയും. അങ്ങനെ മാസത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു നീക്കിയിരിപ്പ് ഒരു സാധാരണക്കാരൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിപണിയിലേക്കുള്ള പൈസയുടെ ഒഴുക്ക് കൂടും എന്നും ഈ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നു. മാത്രമല്ല GST ഘടനയിൽ 28 നിന്ന് 18% കുറച്ചതിൽ മറ്റ് സാധാരണ അതായത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി സാധനങ്ങളുണ്ട് എന്നതാണ് പ്രത്യേകത. എയർ കണ്ടീഷനുകൾ, ടെലിവിഷനുകൾ, ഡിഷ് വാഷ് ബാർ ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് വില കുറയും. മാത്രമല്ല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അടക്കം വലിയ തോതിലുള്ള ഉത്തേജനം നൽകുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 1200 cc വരെയുള്ള കാറുകൾക്ക് നിലവിലെ വിലയിൽ നിന്നും വലിയ മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും ഇത്തരത്തിൽ നികുതി വലിയ തോതിൽ കുറയും. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് പ്രതിസന്ധി ഉയരുന്ന പല ഘടകങ്ങളുമുണ്ട്. അതായത് ലോട്ടറിയുടെ നികുതി ഘടനയിൽ ഇപ്പോഴും ഉയർന്നു തന്നെയാണ്. സാധാരണ ലോട്ടറി വിൽപ്പനക്കാരെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം നിലവിലെ ലോട്ടറി വിലയിൽ തന്നെ ഈ ഉയർന്ന നികുതി ഈടാക്കാൻ ശ്രമിച്ചാൽ അത് വ്യക്തിഗത ഏജന്റുമാരുടെ കമ്മീഷനിലടക്കം കുറയുന്ന സാഹചര്യമുണ്ടാക്കും. വലിയ തോതിൽ വലിയ ഒരു ശതമാനത്തോളം ആൾക്കാർ ഇത്തരത്തിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയും നിലനിൽക്കുന്നു. മാത്രമല്ല കേരളം കഴിഞ്ഞ ദിവസം ഈ GST കൗൺസിൽ യോഗത്തിലും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ GST ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനത്തിൽ വലിയ തോതിലുള്ള വരുമാന ഇടിവുണ്ടാക്കും. ഈ വരുമാന ഇടിവ് നികത്തുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണം. അതിന് എന്ത് തരത്തിലുള്ള പാക്കേജുകളാകും ഉണ്ടാകുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനം കുറയുമോ എന്ന ആശങ്കയുണ്ട്. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം GST കൗൺസിൽ കൈക്കൊണ്ട തീരുമാനം രാജ്യത്ത് സുപ്രധാന മാറ്റങ്ങൾക്ക് വഴിവെക്കും. സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിലെ നിത്യ ചെലവുകളിൽ വലിയ മാറ്റം വരും. ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളുടെയും
വില കുറയും. അതേസമയം ആഡംബര വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ പാൻ മസാല, സിഗരറ്റ് അടക്കമുള്ള സിൻ ഗുഡ്സ് എന്ന പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾക്കും വില ഉയർന്നു തന്നെയാകും. എന്തായാലും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സെപ്റ്റംബർ 22 മുതൽ പ്രതീക്ഷിക്കാം. ഇത് വിപണിയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും, വലിയ ഉത്തേജനം മധ്യവർഗത്തിനിടയിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ തീരുമാനത്തിലൂടെ. ആര്യ. യെസ്, വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാർത്തിക് തുടരുക. നമുക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാക്കുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം. We have corrected inverted duty structure problems. We've resolved classification related issues. And we have ensured that there will be stability and predictability about the GST.